നമ്മുടെ UDF കൺവീനർ വലിയ പരാതി ഉയർത്തി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് വരുത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. തികച്ചും ബാലിശമായ വാദമാണ് UDF കൺവീനർ ഉയർത്തിയിരിക്കുന്നത്. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെടുത്തി തുടക്കം മുതൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കാര്യക്ഷമമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിപ്പോന്നതാണ്. അതിൻ്റെ തുടർച്ചയിൽ രോഗ ശുശ്രൂഷയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. വിശ്വോത്തരമായ സേവനമാണ് കോവിഡ് ചികിത്സാ രംഗത്ത് കേരള ഗവൺമെൻറ് ഇതുവരെ നടത്തി പോകുന്നുണ്ട്. കോവിഡ് വാക്സിൻ എന്നതും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ചികിത്സാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അത് സംബന്ധിച്ച് വരുന്ന ഏത് പരാമർശവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കോവിഡ് വാക്സിൻ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനവും അതിൻ്റെ ഭാഗം മാത്രമാണ്. MMSനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വ്യക്തതയും സുതാര്യവുമായ ഒരു പ്രചരണ രീതി വന്നിട്ടില്ല. അവർ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. വളരെ സമഗ്രമായി രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന നാനാവിധങ്ങളായ പ്രശ്നങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും സമീപനം അത് സമഗ്രമായി സമൂഹത്തോട് പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് സ്വാഭാവികവുമാണ്. സ്വന്തം രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തതയില്ലാത്തതുകൊണ്ട് തങ്ങൾ രൂപീകരിച്ച മതമൗലികതാവാദികൾ കൂടി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സഖ്യം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ പാടുപെടുകയാണ് UDF. അതുകൊണ്ട് അവസാന ഘട്ടമായപ്പോൾ കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളെ ആകെ അട്ടിമറിക്കുമെന്ന് പറയുന്ന സ്ഥിതിയിലെത്തി. അതിലേറ്റവും അപകടകരമായി തോന്നിയത് ലൈഫ് പദ്ധതി പാടെ ഉപേക്ഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. നേരത്തെ കോൺഗ്രസ്സുകാർ കുറച്ച് വീട് നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പ്രളയകാലത്ത് പറഞ്ഞിട്ട് അതവർ പാടെ ഉപേക്ഷിച്ചു. സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഈ പരിപാടി ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കില്ല. ലൈഫ് പദ്ധതി ഉപേക്ഷിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ കാഴ്ചപ്പാടിനെ
വേണ്ടെന്ന് വയ്ക്കും. കേരള ബാങ്ക് പോലും വേണ്ടെന്ന് വെക്കുമെന്ന് ഇവർ പ്രഖ്യാപിക്കേണ്ടായി. നിരാശയിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായ പ്രകടനങ്ങളായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. മുഖ്യമന്ത്രി ഏത് പ്രസ്താവനയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മാത്രം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടുകളുമാണ്. അത്തരമൊന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ UDF അവരുണ്ടാക്കിയ അവസരവാദ സഖ്യം കാരണം പറയാനാവുന്നില്ല. അതിൽ നിന്ന് നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ബാലിശമായ വാദങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ഉയർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതിനെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നിരാകരിക്കും എന്നത് ഉറപ്പാണ്. അല്ല, അത് തെരഞ്ഞെടുപ്പ് ലംഘനമാവണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കണമല്ലോ. ഇത് രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഭാഗമേ ഉള്ളൂ, പുതിയൊരു കാര്യമല്ല. അല്ല, പ്രകടന പത്രികയിൽ UDF പറഞ്ഞിട്ടുണ്ടല്ലേ? സ്വന്തം പ്രകടന പത്രിക ആസം വായിച്ചു നോക്കിയിട്ടില്ലേ? ഇവിടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും പത്രങ്ങളുമായി സംസാരിക്കുമ്പോൾ, ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നിലപാടുകൾ വ്യക്തമാക്കും. അതിനപ്പുറത്ത് അത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിയല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടന്ന പ്രചരണങ്ങൾ, 2 ഘട്ടം വോട്ടിങ്, അത് സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ, നാളെ നടക്കാൻ പോകുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ്, അത് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുക എന്നത് അസാധാരണമായ ഒരു കാര്യമല്ല, സ്വാഭാവികമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നമ്മൾ പൊതുവെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപൂർവമായിട്ട് അതിൽ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. പൊതുവെ നമ്മളുടെ ഒരു നിർദ്ദേശം അതായിരുന്നു, കോവിഡ് മാനദണ്ഡങ്ങൾ നന്നായിട്ട് പാലിക്കണമെന്നാണ്. കാരണം നമുക്ക് രോഗത്തെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം. പൊതുവെ നമ്മൾ നോക്കിയാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ രോഗം കൂടിയെന്ന് പറയാൻ കഴിയില്ല. അതൊരു നല്ല കാര്യമാണ്.
മുഖ്യമന്ത്രിക്ക് ജ്യോതിഷത്തിലും ജ്യോതിഷിയിലും വിശ്വാസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന KPCC പ്രസിഡന്റ് വസ്തുതകളെ മനസ്സിലാക്കാതെയാവും സംസാരിക്കുന്നത്. ഞങ്ങളാരും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല, ജ്യോതിഷികളെ കാണാറുമില്ല. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും, അതവരുടെ വിശ്വാസമാണ്. ഇന്ന് നമുക്കിപ്പോൾ നിരാകരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ മുല്ലപ്പള്ളി, ചിലപ്പോൾ സ്വന്തമായി ജ്യോതിഷനുള്ള ആൾക്കാരും കൂടെ നാട്ടിലുണ്ട്, അതിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിഞ്ഞു. ഇതൊക്കെ വെറുതെ ഇടയ്ക്ക് എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള നിലയ്ക്ക് പറയുന്ന വളരെ അടിസ്ഥാനരഹിതമായ കാരണങ്ങളാണ്. അടിസ്ഥാനരഹിതമായി സംസാരിക്കുക, കേവല പ്രചാരണത്തിന് ഉപയോഗിക്കാവുന്ന മൂല്യരഹിത വാക്കുകളാണ് മുല്ലപ്പള്ളിയിൽ നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ KPCC പ്രസിഡന്റിന് നടത്തേണ്ടി വരുന്നത്. അങ്ങനെ ഇടതുമുന്നണിയിൽ നിന്ന് ആർക്കും അപമാനം ഉണ്ടാവില്ല. നമ്മളെല്ലാവരോടും നല്ല ബഹുമാനപൂർവ്വമാണ് പെരുമാറുന്നത്. ആ നിലയിൽ ഘടകകക്ഷികൾ ഇതുവരെ ഒരു പരാതിയും LDF പറഞ്ഞിട്ടില്ല. അല്ല, വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞുകൂടാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം LDF എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സാധാരണ ഉന്നയിക്കാറ്. LDF മുന്നിൽ ഇതുവരെ അത്തരമൊരു വിഷയം വന്നിട്ടില്ല. വരാത്തിടത്തോളം കാലം നമ്മളതിനെക്കുറിച്ച് പ്രതികരിച്ചു. LDF സംബന്ധിച്ചിടത്തോളം മികച്ച വിജയം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. പ്രതിപക്ഷം വളരെ ദുർബലപ്പെട്ട ഒരു സന്ദർഭമാണ്. പ്രധാനമായും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മികച്ച വികസന പ്രവർത്തനങ്ങൾ, മുന്നണിയുടെ ജനകീയ അടിത്തറ തന്നെ വിപുലപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അത് നല്ല നിലയിൽ വോട്ടായി മാറാൻ പോവുകയാണ്. സംസ്ഥാനം നേരിടുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലും വികസന കാര്യങ്ങളിലും മുഖ്യമന്ത്രി സ്വീകരിച്ച മുൻകൈയും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമായി മാറുന്നുണ്ട്. UDF കേരള കോൺഗ്രസ് M, LJD പാർട്ടികൾ ആ മുന്നണി വിട്ടതും UDF ദുർബലപ്പെടുത്തുന്നുണ്ട്. UDF
വിവിധ മത മൗലികതാവാദ സംഘടനകൾ, ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച വെൽഫെയർ പാർട്ടിയും ആയി കൂട്ടിയേർന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം എല്ലാ വിഭാഗത്തിലുംപ്പെട്ട മതനിരപേക്ഷവാദികൾ നിരാകരിക്കുക തന്നെ ചെയ്യും. പൊതുവെ കേരള ജനതയ്ക്ക് പ്രളയകാലത്തും കോവിഡ് ദുരന്തകാലത്തും എല്ലാം നൽകിയ പരിരക്ഷ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് മാതൃകാപരമായി നടത്തുന്ന ഒട്ടേറെ വികസന പരിപാടികളും സാമൂഹ്യ സുരക്ഷാ പരിപാടികളും അതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഉണ്ടാവും. അത് UDF-ൻ്റെ ശക്തി ഇനിയും ദുർബലപ്പെടുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാകും. LDF കൂടുതൽ ഐക്യത്തോടെ, കൂടുതൽ ജനവിഭാഗങ്ങളുടെ പിന്തുണയോടെ നല്ല നിലയിൽ മുന്നോട്ട് പോകാനുള്ള ജനകീയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടുകയും ചെയ്യും. നമുക്ക് ആക്ഷേപങ്ങൾ പറയുന്നു. എല്ലാ ഘട്ടത്തിലും മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃത്വപരമായ പങ്കുവച്ചിട്ടുള്ളത്. പഴയതുപോലെ വലിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ കോവിഡ് പ്രോട്ടോക്കോൾ കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമൂഹ മാധ്യമങ്ങൾ, വെബ് റാലികൾ, ആ നിലയിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടേറെ പ്രചരണങ്ങളാണ് നടത്താൻ കഴിയുക. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ വെബ് പേജുകളിൽ വളരെ സജീവമായി അദ്ദേഹം വ്യത്യസ്ത വിഷയങ്ങളിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുകയുണ്ടായി. 5 ദശലക്ഷം പേർ പങ്കെടുത്തതായിരുന്നു നമ്മുടെ വെബ് റാലി. പിന്നെ തൻ്റെ പ്രസ്താവനകളിൽ, മറ്റാശയവിനിമയങ്ങളിൽ എല്ലാം തന്നെ നിറഞ്ഞു നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് ആഹ്ലാദിക്കുന്ന ചിലർ ഇത്തരം ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും സമൂഹം അംഗീകരിക്കുന്നില്ല. ജനങ്ങൾക്ക് ഇക്കാര്യത്തിലെല്ലാം വ്യക്തമായ തിരിച്ചറിവുണ്ട്. പരസ്യമായ ധാരണ പലയിടത്തും ഇരുകൂട്ടർക്കുമുണ്ട്. ഇരുകൂട്ടർ എന്ന് പറഞ്ഞാൽ UDF-നും BJP-ക്കും പൊതുചിഹ്നത്തിൽ നിരവധി പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും വോട്ട് കച്ചവടം UDF-ഉം BJP-യും സ്ഥിരമായി നടത്താറുമുണ്ട്.
BJPയുമായുള്ള വോട്ട് കച്ചവടത്തിൽ മികച്ച കഴിവുള്ളവരെയാണ് KPCC പ്രസിഡൻ്റായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടുമൊക്കെ കോൺഗ്രസ്സുകാർ നിയോഗിച്ചു പോരുന്നത്. അതൊക്കെ നമുക്ക് അവരുടെയൊക്കെ മണ്ഡലങ്ങളിലെ വോട്ട് നിലവാരങ്ങൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് പോലും അതിന് ഉദാഹരണമാണ്. BJP ഓഫീസുകളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കയറി ഇറങ്ങുന്നതിൻ്റെ വാർത്തകളും വീഡിയോകളും നമ്മൾ കാണുകയുണ്ടായി. കേരളത്തിലെ UDFനും കോൺഗ്രസിനും അവരുടെ മുന്നണിയിലെ സ്ഥിരം പങ്കാളിയാണ് BJP. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് മനസ്സിലാക്കി അവർക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ബാക്കിയൊക്കെ പാഴ്വാക്കുകൾ എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. ലീഗ് ചെന്നെത്തിയിട്ടുള്ളത് വല്ലാത്തൊരു വിഷമ വൃത്തത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ UDFൻ്റെ ഭാഗമായി കഴിഞ്ഞ 50 വർഷമായി ലീഗ് പ്രവർത്തിക്കുകയാണ്. UDF പ്രതിനിധാനം ചെയ്യുന്നത് അഴിമതിയുടെയും ജീർണ സംസ്കാരത്തിൻ്റെയും മാതൃകകളാണ്. സ്ഥിരമായ UDF കൂട്ടുകെട്ട് വഴി ഏറ്റവും കൂടുതൽ ജീർണത ബാധിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അഴിമതിയുടെയും പണം തട്ടിപ്പിൻ്റെയും പേരിൽ 2 മുസ്ലിം ലീഗ് MLA-മാർ ജയിലിലാണ്. ഏതാനും ലീഗ് MLA-മാർ ഇത്തരം ആരോപണങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായ പത്രവാർത്തകളും നമ്മൾ കാണുകയുണ്ടായി. ലീഗ് നേതൃത്വം ചെന്നെത്തപ്പെട്ട അഗാധമായ പ്രതിസന്ധിയുടെ ഭാഗമാണിത്. സ്വാഭാവികമായിട്ടും ഈ ആക്ഷേപവും ലീഗിൻ്റെ അഴിമതിയുടെയും ജീർണ സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. ഇത്തരം നിരവധി പരാതികൾ നിരവധി ലീഗ് നേതാക്കൾക്കെതിരെ നിലവിലുണ്ട് എന്നതാണ് വസ്തുത. അതിലൊന്നും കൂടി ഇപ്പോൾ പുറത്തു വന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ നമ്മൾ അതിനെ കണ്ടത്. സ്പീക്കർക്കെതിരെ നിരന്തരമായ ആരോപണം, അതായത് പല തവണ സ്പീക്കർ വിശദീകരണം നൽകിയിട്ടും പ്രതിപക്ഷ കക്ഷികൾ UDF BJP ആയാലും അവസാനിപ്പിക്കുന്നില്ല. അത് എന്താണ് അതാണ് പ്രേരിപ്പിക്കുന്നത്? രണ്ടാമത്തത് അതിനകത്ത് വസ്തുതയുണ്ടോ? അതിൽ വസ്തുതയില്ല എന്ന് സ്പീക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളിൽ വേണ്ടത്ര ഗ്രഹപാഠം പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
യഥാർത്ഥത്തിൽ ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുക ചിലവഴിച്ചു എന്ന് കണക്ക് നോക്കാതെ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ? സ്പീക്കർ അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ സുതാര്യമായി മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിയമസഭാ സംവിധാനത്തിന് നിർവഹിക്കാൻ കഴിയും. ആ സുതാര്യത കേരളത്തിലെ സ്പീക്കർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മാതൃകാപരമായ കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരള നിയമസഭയുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധേയമായ രൂപത്തിൽ ഈ കാലയളവിൽ നടക്കേണ്ടായി. പ്രതിപക്ഷ നേതാവും സാമാജികരും അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. എന്നാൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയും വ്യക്തിവിദ്വേഷത്തോടെയും സ്പീക്കർ പദവിയോട് പരസ്യമായി ആക്ഷേപമുന്നയിക്കുന്ന രീതി നമ്മുടെ ജനാധിപത്യത്തിൽ അത്യപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ. അത്ര വലിയ നിലവാര തകർച്ചയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവുന്നുണ്ടായത്. അതിന് കാരണമുണ്ട്. മദ്യമുതലാളിമാർ അദ്ദേഹത്തിന് നേരെ ആരോപണം ഉന്നയിച്ചതാണ്. കൃത്യമായ രേഖകളുടെ പിൻബലത്തിലാണ്. സ്വാഭാവികമായും വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ്. വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകുക എന്നത് നിയമപരമായ നടപടിക്രമമാണ്. അത് തനിക്കെതിരെയാണ് എന്നതിൽ പ്രതിപക്ഷ നേതാവിന് ലേശം പ്രയാസമുണ്ടാവും. അതും കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ അടിസ്ഥാനരഹിത ആക്ഷേപങ്ങൾ. വളരെ കൃത്യമായി സ്പീക്കർ അതെല്ലാം സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഒരു കാര്യമല്ല അത്. ഇന്ന് പുതിയ സംസ്ഥാനത്ത് യാക്കോബായ സഭ വിശ്വാസികൾ സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന പള്ളികൾ മുന്നിൽ സമരം നടത്തിയ പള്ളികളിലേക്ക് ആകണമെന്ന് ആവശ്യമുണ്ട്. CPM-ന്റെ നിലപാടാണ്, LDF-ന്റെ നിലപാടാണ്. അല്ല, അതൊക്കെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമുക്ക് സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതു താല്പര്യം.